ഓഫർ പ്രൈസിൽ രണ്ട് അടിപൊളി ഫോർച്യൂണർ ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് ഓട്ടോമാറ്റിക് 4x4 മാനുവൽ വേണ്ടവർക്ക് 4x4 മാനുവൽ 2 ലക്ഷം റുപ്യക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനങ്ങൾ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും. ഈ രണ്ട് വാഹനങ്ങളും ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ 2011-12 രജിസ്ട്രേഷൻ വരുന്ന 4x4 മാനുവൽ വാഹനം 8,90,000 രൂപക്ക് കംപ്ലീറ്റ് ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്ത വാഹനം കേട്ടോ. അതേപോലെ 2 വീല് ഓട്ടോമാറ്റിക്കിൽ ഓൾ ഒറിജിനൽ വരുന്ന വാഹനം, ഒരു ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഈ രണ്ട് വാഹനത്തിനും ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഈ വാഹനം നമുക്ക് 10,50,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. ഒരു 3 ലക്ഷം റുപ്യക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും കേട്ടോ. ഈ 2011-12 രജിസ്ട്രേഷൻ വരുന്ന 4x4 മാനുവലിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ കിലോമീറ്റർ ഓടിയുള്ളത് 2,01,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക കണ്ടീഷനാണ്. ഒരു 2 വർഷമായിട്ട് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം കേട്ടോ. നിലവിൽ 4ാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഇത് നമുക്ക് ഫൈനലായിട്ട് 8,90,000 രൂപക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ് ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. അതേപോലെ ഫ്രണ്ടേജ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ന്യൂ ഷേപ്പിക്ക് ടൈപ്പ് 2ലേക്ക് കംപ്ലീറ്റ് കൺവേർട്ട് ചെയ്ത വാഹനം കേട്ടോ. സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലാണ് എല്ലാ സൈഡ് ഭാഗങ്ങളും ഉള്ളത്. സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. സൈഡ് ഡോർ ഗ്ലാഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിലവിൽ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു 1.5 വർഷമായിട്ട് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം കേട്ടോ. മേജറായിട്ടുള്ള ഒരു കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാന്നല്ലേ നമുക്ക് ഗ്യാരണ്ടി തരാം. ഈ രണ്ട് വാഹനങ്ങളൊക്കെ ചെക്കിങ് വാറണ്ടി നമുക്ക് കൊടുക്കാൻ കഴിയും. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ടയർ വരുന്നുള്ളൂ കേട്ടോ. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ലാൻഡ് ക്രൂയിസർ ടൈപ്പ് LED ടൈലാമ്പ് വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബാക്ക് സൈഡൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ വരുന്നുണ്ട് കേട്ടോ. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുള്ള സൈഡ് ബോഡി കാര്യങ്ങളാണ്. ഈ ഒരു ഭാഗം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ സീറ്റ് കവേഴ്സൊക്കെ അടിപൊളി സീറ്റ് കവറാണ്. ഫ്ലോർ മാറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. റൂഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ കേട്ടോ. ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുള്ള ബാക്ക് സീറ്റ് തന്നെയാണ് വരുന്നത്. അതേപോലെ ഇതിൻ്റെ എൻജിൻ സൈഡിലേക്ക് വരുമ്പോഴേ അപ്പുറോണ്ട സൈഡാണ് കാണിക്കുന്നത്. ഏതൊരു ഭാഗത്ത് നിങ്ങൾക്ക് മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം കേട്ടോ. ഏതൊരു ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ കഴിയില്ല. ടൈപ്പ് 2ലേക്ക് കംപ്ലീറ്റ് കൺവേർട്ട് ചെയ്ത വാഹനം തന്നെയാട്ടത്. ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ 2012 ഓട്ടോമാറ്റിക് വേണ്ടവർക്കും ഇതും ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത്. 10,50,000 രൂപയ്ക്ക് 2012 മോഡൽ ഓട്ടോമാറ്റിക് കേട്ടോ. ഒരു 3 ലക്ഷം റുപ്യക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം ഇറക്കി കൊണ്ടുപോകാൻ കഴിയും. ബോഡി കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റി തന്നെ വരുന്നത്. ഓൾ ഒറിജിനൽ വരുന്ന വാഹനമാണ്. അതർ സ്റ്റേറ്റ് വാഹനം ഓൾ ഒറിജിനൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ആയിരിക്കും കേട്ടോ. ഏകദേശമൊക്കെ കമ്പനി പെയിൻറ്റിലൊരു വാഹനം തന്നെ കേട്ടത്. ഓവർ ടച്ചിങ് കാര്യങ്ങളൊന്നും ചെയ്യാത്ത വാഹനമാണ്. ഒരു 90% കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനമാണ്. മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ ഫ്ലഡോ മേജർ കംപ്ലൈൻറ്റുകളില്ലാന്നല്ലേ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ. നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജർ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനും ഈ രണ്ട് വണ്ടിക്കും നമ്മൾ തരുന്നുണ്ട് കേട്ടോ. സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെയാണല്ലേ. ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 80% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും ടൈപ്പ് 2ൻ്റെ കമ്പനി ഇറങ്ങുമ്പോൾ ടൈലാമ്പാണ് വരുന്നത് കേട്ടോ. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ. മേജറായിട്ടുള്ള ഒരു സ്ക്രാച്ചസോ മേജറായിട്ടുള്ള ഡെൻറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിന്ന് ഏതൊരു ഭാഗത്തും കാണിച്ചു തരാൻ കഴിയില്ല. ഇവിടെ ചെറിയൊരു ഡെൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. ചെറുത് നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കൊന്നുമില്ല. നമ്മൾ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ആളുകൾ അഡ്വാൻസ് ചെയ്തുകൊണ്ടാണ് കറക്റ്റ് എടുത്ത് പറയുന്നത്. ഈ സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗം വരുമ്പം കമ്പനി ഒറിജിനൽ വണ്ടി ഇറങ്ങുമ്പോൾ അല്ല ലെതർ സീറ്റ് കവറാണ് വരുന്നത്. അതുവരെ ചേഞ്ച് ചെയ്യാത്തൊരു വാഹനം കേട്ടോ. കമ്പനി സെറ്റ് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബാക്ക് സീറ്റാണ് കേട്ടോ. അതേപോലെ ഇതിൻ്റെ എൻജിൻ ഭാഗത്തേക്ക് വരുമ്പോഴേ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും നിലവിലില്ല. അപ്പുറമുണ്ട് സൈഡൊക്കെ പക്കയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തി തന്നെ എല്ലാ ഭാഗങ്ങളും ഇല്ല. ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിന്ന് ഏതൊരു ഭാഗത്തും കാണിച്ചു തരാൻ കഴിയില്ല. 2012 മോഡൽ അതർ സ്റ്റേറ്റ് വാഹനങ്ങളിലൊക്കെ ഫ്രണ്ട് ഗ്ലാസ് വരെ മാറാത്ത വാഹനങ്ങൾ വളരെ ചുരുക്കമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളും ഓഫർ പ്രൈസിൽ തന്നെ ഞങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് 2012 2 വീൽ ഓട്ടോമാറ്റിക് 2011-12 രജിസ്ട്രേഷൻ വരുന്ന മാനുവൽ 4x4 കേട്ടോ. ഈ മാനുവൽ 4x4 നമുക്ക് ഫൈനലായിട്ട്
90,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കും. 2,00,000 ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാം. അതേപോലെ 2 വീൽ ഓട്ടോമാറ്റിക് നമുക്ക് ഫൈനലായിട്ട് 10,50,000 രൂപ കേട്ടോ. ഈ രണ്ട് വാഹനങ്ങളും ബാർഗൈനി കാര്യങ്ങളൊന്നും ഇല്ലാത്ത വിലയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്കൊരു 3,00,000 ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കേട്ടോ. ഈ രണ്ട് വാഹനങ്ങളും മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് നിങ്ങൾക്ക് ചെക്കിംഗ് വാറൻ്റിയൊക്കെ തരാൻ കഴിയും. നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചെക്ക് ചെയ്യാനൊരു അവസരം നമ്മൾ തരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്.